ഹലോ ഹായ് എവരി വൺ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വീണ്ടും നമ്മൾ ബാങ്ക്സ് ഡ്രാഗ് ചെയ്തിരിക്കുകയാണ് താഴേക്ക്. ആൻഡ് ഓൾമോസ്റ്റ് മിക്ക ബാങ്ക്സ് ആണ് ശരിക്കും HDFC, ICICI മിക്ക ബാങ്ക്സും താഴേക്ക് വീണിട്ടുണ്ട്. ദെൻ എന്തായാലും ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് ഇപ്പോൾ മൊത്തത്തിലുള്ളത്. എനിവേ 45,000 എന്ന സപ്പോർട്ട് ലെവലും ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്താണ് താഴേക്ക് നിൽക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക. ആൻഡ് നമുക്ക് സ്പീഡി ആയിട്ട് നോക്കാം എങ്ങനെയുണ്ട് ബാങ്ക്സ് മീൻസ് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ്, ആ ലെവൽസിലാണ് നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്നത്. സോ അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ആൻഡ് നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിഫ്റ്റി 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഒരു ഓൾമോസ്റ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ദെൻ കെപ്റ്റ് ഓൺ ഫാളിംഗ് ആയിരുന്നു. ഡിമാൻഡ് സോണിൽ നിന്ന് നമുക്ക് എന്താണ് കുറച്ചൊരു അപ്സൈഡ് കിട്ടി ഇവിടെ നിന്ന്. ബട്ട് ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യാൻ ഡിമാൻഡ് സോണിന് കഴിഞ്ഞിട്ടുമില്ല. സോ അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഈ ലാസ്റ്റ് എടുത്തൊരു സ്വിംഗ് ഹൈയിൽ അവിടെ ടച്ച് ചെയ്തിട്ടാണ് വീണ്ടും ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു. പിന്നെ അവിടെ ഒരു റീടെസ്റ്റ് വന്നു. അതൊക്കെ ഒന്നും ക്ലിയർ ചെയ്യാം. ഇവിടെ ഫോളോ വന്നു, ഇവിടെ റീടെസ്റ്റ് വന്നു, പിന്നെയും അവിടെ നിന്ന് ഫോളോ ആയി. ബട്ട് ആ ഫോളോ ആയത് ഈ ലോ, ഈ ഇതിന്റെ ലാസ്റ്റത്തെ ഈ ലോ ഉണ്ടല്ലോ, ഈ ലോ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്താ നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായില്ല. ബട്ട് അവിടുന്ന് പിന്നെയും മേളിലേക്ക് പോയി. ദെൻ അവിടെയും നമുക്ക് എന്താണ് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് വന്നു, വീണ്ടും താഴേക്ക് വന്നു. അൾട്ടിമേറ്റ്ലി എന്താ പറയുക, ഒരു വയലന്റ് മൂവ് ആയിരുന്നു. ബട്ട് നമുക്ക് 21,700 എന്ന സ്ട്രാഡിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ 21,700 സ്ട്രാഡിൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബട്ട് നമ്മൾ രണ്ട് സ്ട്രാഡിൽ പറഞ്ഞു, 21,800 സ്ട്രാഡിലുണ്ട്, 21,700 സ്ട്രാഡിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. സോ അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം ഡയറക്ഷനിൽ തന്നെയായിരുന്നു മൂവ് ചെയ്തത്. അവിടെ നിന്ന് ഒരു നല്ലൊരു ഡൗൺവേർഡ് ഡിമാൻഡ് സോണിൽ നിന്ന് ബാക്ക് ചെയ്യാൻ നോക്കി, അവിടെ ഇത് കിട്ടിയില്ല. ദെൻ 21 നമ്മൾ ഇത്രയും നാളും പറഞ്ഞ നമുക്ക് 45,000 സപ്പോർട്ടായിരുന്നു. ബട്ട് അതും ബ്രേക്ക് ചെയ്തു. അവിടെ ഒരു റെസിസ്റ്റൻസ് ഇട്ടാണ് മീൻസ് കറന്റ്ലി ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഓൾമോസ്റ്റ് ബെയറിഷ് ആണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്ന് നമുക്ക് പറയാനുള്ളത്. എന്നാലും നമുക്കിനി എങ്ങനെയാണ് നമുക്ക് ലെവൽസ് ഫോളോ ചെയ്യുക ആൻഡ് നമ്മുടെ OA അനാലിസിസ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയതിന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ OA അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് ഇൻട്രാഡേ FIDA ഡാറ്റയും കൂടി നോക്കി നമുക്ക് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ OA നോക്കാം. നിഫ്റ്റി ഇതാണ് നിഫ്റ്റിയുടെ OA. കറന്റ്ലി പുട്ടാണ് നമുക്ക് എന്താക്കുന്നത്, പുട്ടിന്റെ ഒരു അഭാവമാണ് കാണുന്നത്. ബിക്കോസ് പുട്ട് ബിൽഡിംഗ് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. 21,600 സ്ട്രാഡിലുണ്ട്, 21,700 സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്, 21,800 കുറച്ച് പുട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. എനിവേ ലാർജസ്റ്റ് കോള് ബിൽഡ് ചെയ്തേക്കുന്നത് 22 തന്നെയാണ്. സ്റ്റിൽ നമ്മൾ ആ ഹോൾഡിംഗ് വെക്കണം. ബട്ട് 21,800 എന്ന സ്ട്രാഡിൽ കുറച്ച് നമുക്ക് വിടാം. അവിടെ കുറച്ച് റെസിസ്റ്റൻസ് ആണ് കുറച്ച് അധികമായിട്ട് നിൽക്കുന്നത്. 21,700 ആൻഡ് 21,600 കറക്റ്റ് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട്. സോ നമുക്ക് 21,700 സ്ട്രാഡിൽ ഫോർമേഷനിൽ പോവാം. 21,700 സ്ട്രാഡിൽ ഫോർമേഷനിൽ പോവാം. ഇവിടെ നമുക്ക് സ്ലൈറ്റ്ലി ഒരു റെസിസ്റ്റൻസ് ആണ് 21,800 ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ആൻഡ് 21,500 എന്ന സപ്പോർട്ട് നമുക്ക് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. അവിടെ പുട്ട് ബിൽഡിങ്ങും ഉണ്ടായിട്ടില്ല. സോ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവാണ് നമുക്ക് നിഫ്റ്റിന്ന് തരുന്നത്. നിഫ്റ്റി 21,500 സപ്പോർട്ടിന്റെ വീക്ക്നെസ്സും അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നു. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി OA നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വീക്ക്ലി OA ചെക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും കോൾ ബിൽഡിംഗ് ആണ് വരുന്നത്. ബട്ട് 45,000 നമുക്ക് വിത്ത് റെസിസ്റ്റൻസിൽ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ പോലെ ഉണ്ട്. ആൻഡ് 44,500 എന്ത് വരുന്നത് മീൻസ് പുട്ട് വരുന്നത്. ബട്ട് നമുക്ക് PCR 0.6 വരുന്നു. 0.6 മീൻസ് ഓവർസോൾഡിന് ഓൾമോസ്റ്റ് നിയർ ആണ്. സോ എവിടെ മീൻസ് ബിക്കോസ് ഓവർസോൾഡ് ആയോ എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഓവർസോൾഡ് പൊസിഷനിലേക്കാണ് PCR 0.5 ആണ് ഓവർസോൾഡ് പൊസിഷൻ എന്ന് പറയാം. ബട്ട് 0.6 വന്നിട്ടുണ്ട്. ബിക്കോസ് നാളെയും കൂടി ഒരു ഫാൾ ആണെങ്കിൽ
അത് നമുക്ക് എങ്ങനെയാവും എന്ന് നോക്കണം. അപ്പോൾ 45,000 എന്നുള്ളത് നമുക്ക് എന്താക്കുന്നത്, നമ്മളൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് കാണാം. ആൻഡ് 40 സപ്പോർട്ട് 44 ജസ്റ്റ് 500 എന്ന് മാത്രം വെക്കാം. എനിവേ 45 നമുക്ക് വിത്ത് കോളിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് നല്ല രീതിയിൽ. അപ്പോൾ ഓൾമോസ്റ്റ് റെഡ് ആയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. ദെൻ 45,500 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഞാൻ 46 ഓക്കെ ഓൾറെഡി നമുക്കറിയാം. ദെൻ പിന്നെ നമ്മൾ പറയുന്നത് 44,500 നമുക്ക് സ്ലൈറ്റ്ലി അടുത്തൊരു സപ്പോർട്ടും കൂടി ഉള്ളത്. സ്ലൈറ്റ്ലി ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 44,500 ആണ്. ഇവിടെ നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ഓവറോൾ റേഞ്ച് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടേതാണ്. റെസിസ്റ്റൻസ് 45,500, സ്ട്രാഡിൽ ഫോർമേഷൻ 45,000 ആൻഡ് സ്ലൈറ്റ്ലി സപ്പോർട്ട് വരുന്നത് 44,500. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ OA വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റയും കൂടി ചെക്ക് ചെയ്യാം. FIDA ഡാറ്റ നോക്കാൻ നേരത്ത് ഇന്നലെ എല്ലാവരും പോസിറ്റീവ് ആയിരുന്നത് ഇന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. ബിക്കോസ് എല്ലാവരും നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. FIS ആൻഡ് പ്രോസ് അത് നമുക്ക് സമ്മറിയിൽ പറയാം. ദെൻ ഇനി FISന്റെ OA പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം കോൾസിന്റെ ഒരു അൺവൈൻഡിങ് കാണാം. ബിക്കോസ് അത് ബെയറിഷിനാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് പുട്ടും അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്, ബട്ട് അത് സ്ലൈറ്റ്ലി ആണ്. പുട്ട് പകരം ബിൽഡ് ചെയ്തിട്ടില്ല. അത് നമുക്കൊരു ഹോപ്പാണ്. ബിക്കോസ് പുട്ടും അൺവൈൻഡിങ് ആണ്. അപ്പോൾ മീൻസ് നമ്മൾ നല്ലൊരു പുട്ട് ബിൽഡിങ് വന്നാലാണ് നമ്മൾ എന്താക്കുന്നുള്ളൂ, നമുക്കൊരു കുറച്ചും കൂടി ഒരു നെഗറ്റീവ് സെന്റിമെന്റ് കൂടുള്ളൂ. ഇവിടെ നമുക്ക് കാണാം കോൾസിലെ ചേഞ്ച് വരുന്നത് കാണാം. കോൾസ് ഇന്നലെ നമുക്കൊരു പോസിറ്റീവ് ആയിരുന്നു കണ്ടത്, ബട്ട് അവിടെ ഏറ്റവും നല്ല രീതിയിൽ പുട്ടാണ് അൺവൈൻഡിങ് നടന്നത്. ബട്ട് ഇന്ന് നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷറാണ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചത്. എനിവേ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കാം. ദെൻ ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ നമുക്ക് ഒരു ഫ്യൂച്ചേഴ്സ് OAന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് നമുക്ക് സ്ലൈറ്റ്ലി ആണ്, ഇത്രയും ഫോൾ ഉണ്ടായിട്ടും സ്ലൈറ്റ്ലി ആയിട്ട് ഒരു -2,000 മാത്രമാണ് ഇന്ന് നമുക്കൊരു നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളൂ. സോ അതും നമുക്ക് എന്താണ് ഒരു ഇത്രയും ഫോൾ ആയതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് അതിനെയും കൂട്ടാം. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് കൺസേൺ വരുന്നുണ്ട്. FISന്റെ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ കോളും അൺചേഞ്ച് വന്നിട്ടുണ്ട്, പുട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് നല്ല രീതിയിലുള്ള ബിയറിഷ് ആണ്. സോ നിഫ്റ്റി അവിടെ കുറച്ചൊരു ബിയറിഷ്നെസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ആൻഡ് ഈക്വലി ഇന്നലെ 83 പറഞ്ഞത് കുറച്ചൊന്ന് ഇന്ന് കൂടിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എന്താണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും നമുക്ക് കുറച്ച് FISന്റെ OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ് തരുന്നത്. സോ ഓവറോൾ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് FIS രണ്ടുപേരും ബോട്ടാണ് വരുന്നത്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് FIS വരുന്നത്. FIS ആൻഡ് DIS ക്യാഷ് മാർക്കറ്റിൽ രണ്ടുപേരും ബൈ ആണ്. DIS 1,700 crore ഉണ്ട്. സോ അപ്പോൾ അതാണ് ഓവറോൾ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ഇത് നോക്കുകയാണെങ്കിൽ മീൻസ് നമുക്ക് FIDA ഡാറ്റ നോക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് തന്നെ കാണുന്നത്. ദെൻ ഇനി നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിം, ഇന്ന് വീക്കിലി ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ബട്ട് എന്നാലും നമുക്ക് നോക്കാം. വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നല്ലൊരു രീതിയിലുള്ള ബ്രേക്ക്ഔട്ട് തന്നു. സ്റ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഹൈ എടുത്ത് പോകായിരുന്നു. ദെൻ ഇനി നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ എടുത്തിട്ട് പോയിട്ട് സോറി ഓക്കെ, ഈ ഒരു ഹൈ എടുത്ത് പോയി നമുക്ക് ഇവിടം വരെയും ഒരു ഹൈ തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു പുൾ ബാക്കും കിട്ടിയായിരുന്നു. ഇവിടെയാണ് നമുക്കൊരു പുൾ ബാക്ക് എടുത്ത് പിന്നെയും ഹൈ എടുത്ത് പോയത്. അപ്പൊ ഇനി ഈ ഒരു ഹൈ എടുത്ത് പോയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബൈ സോൺ ആയിട്ട് കൂട്ടാം. ബിക്കോസ് ഇവിടെ നമുക്ക് വരുമ്പോൾ എങ്ങനെ വന്നാലും ഈ ഒരു പുൾ ബാക്കിന്റെ അവിടെ നമുക്കൊരു പുൾ ബാക്ക് തന്നെ എന്തായാലും കിട്ടണം. അത് വീക്കിലി ടൈം ഫ്രെയിമിലാണ്. വീക്കിലി ടൈം ഫ്രെയിമിലും നമ്മൾ എന്താക്കുന്നില്ല, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ എന്താക്കുന്നത്, ഒരു നെഗറ്റീവായിട്ട് ഇംപ്രഷൻ അവിടെ ആയിരിക്കും കിട്ടുക. സോ ഇനി നമുക്ക് വൺ ഡേ ടൈം ഫ്രെയിമിൽ നോക്കാം. വൺ ഡേ ടൈം ഫ്രെയിമും കൂടി നോക്കാം. വൺ ഡേ ടൈം ഫ്രെയിം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു ഇവിടെ കാണാം, ഇവിടെ ഒരു ഹൈ എടുത്തു, ഇവിടെ ഒരു ലോ എടുത്തു, ആൻഡ് ഇവിടെ വീണ്ടും ഒരു ഹൈ എടുത്തു, പിന്നെ ലോ എടുത്തിട്ടാണ് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. സോറി, ഇവിടെ ഒരു നല്ല രീതിയിലൊരു ഹൈ, ഇവിടെ ഒരു ലോ വന്നു, പിന്നെയും ഒരു ഹൈ, പിന്നെ ഒരു ലോ വന്നു, പിന്നെയും ഒരു ഹൈ, പിന്നെ ഈ ഒരു ലോ ആണ് ഇപ്പൊ ബ്രേക്ക് ചെയ്തേക്കുന്നത്. ബട്ട് ആ ലോ വന്നിട്ട് ഈ ഒരു
ലോന്റെ ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് എന്നൊക്കെ പറയും. ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് ആണ്. ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നിന്നാണ് നമുക്ക് അടുത്തൊരു പുൾ ബാക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പുൾ ബാക്കിൽ നിന്ന് ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഒരു പുൾ ബാക്ക് മാക്സിമം, കാരണം ബിക്കോസ് ഈ ഒരു പുൾ ബാക്ക് ഇത് പോകുന്നല്ലോ, ഈ ഒരു ലെവലായിരിക്കും മാക്സിമം അടുത്തൊരു പുൾ ബാക്കിന് മാക്സിമം നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു പുൾ ബാക്ക് ആയിരിക്കണം. സോ അപ്പൊ നാളത്തെ ലെവൽ ഇമ്പോർട്ടൻസ് ആണ്. ഇതിന്റെ ക്ലോസ്, അതായത് ഇത് നിഫ്റ്റി ആണ്, നിഫ്റ്റിയിൽ ഇതിന്റെ ക്ലോസ് മീൻസ് 25,500 സ്റ്റിൽ നമ്മൾ പറയുന്നു 25,500 താഴെ ക്ലോസിംഗ് വന്നാൽ മാത്രമാണ് നിഫ്റ്റിയിലെ ബിയറിഷ്നെസ് നമുക്ക് കിട്ടുള്ളൂ. സോ അപ്പൊ അതാണ് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ 1 ഡേ ടൈം ഫ്രെയിം തന്നെ നോക്കാം. 1 ഡേ ടൈം ഫ്രെയിമിൽ ഇതൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു. ഒരു ഹൈ ഇവിടെ ഇതായിരുന്നു ഒരു ഹൈ വന്ന്, ഈ ഹൈ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു. പിന്നെ അവിടെ ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ വൈസ് ആയിരുന്നു പോയത്. എനിവേ ആ ഒരു കൺസോൾട്ടേഷനിലാണ് പിന്നെ നമുക്കൊരു ഫോള് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫോളിന് ശേഷം ഇവിടെ നമുക്ക് നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തല്ലോ. ഇവിടെ ഏകദേശം ഇത്രയും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ നമുക്ക് ഈ ഒരു മിഡിൽ റേഞ്ച് ആണ് ഇപ്പോൾ വന്നേക്കുന്നത് ബാങ്ക് നിഫ്റ്റി. സോ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ റേഞ്ച് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ബൈ സോൺ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാവുന്ന റേഞ്ച് ആണ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്നു പുൾ ബാക്ക് നടത്തിയിട്ടുണ്ട്, വീണ്ടും ബാങ്ക് നിഫ്റ്റി ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പുൾ ബാക്ക് നടത്താൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഈവൻ 44,500 താഴെ നമുക്കാണ് ഒരു ക്ലോസിംഗ് കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മളൊരു ബിയറിഷ് സെന്റിമെന്റ് ആണ്. നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ബിയറിഷ് സൈഡിലേക്ക് പോയി എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു 21,500 ആണ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവല്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 44,500 ആണ്. സോ ആ 2 ലെവലും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് അതിന്റെ താഴെയുള്ള ക്ലോസിംഗ് ആണ് നമുക്ക് ഒരു ബിയർ സെന്റിമെന്റിലേക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒക്കെ വരുള്ളൂ. സോ ആ 2 കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ചാനലിൽ നമ്മൾ നിങ്ങൾക്ക് വരാം, അതിലൂടെ ഞങ്ങൾക്കും ഡിമാൻഡ് സോണിൻ്റെ ഒക്കെ ഇത് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളും അറിയാം. എനിവേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ട്രേഡ് കയറാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.